സ്വാമി വേദിയിലിരിക്കുന്ന പ്രിയങ്കരനായ അധ്യക്ഷൻ ഉണ്ണിയൻകുട്ടി മൊയ്‌ലി സാഹിബ് അവരുകളെ, ബഹുമാനായ നമ്മുടെ പ്രിയങ്കരനും സംസ്ഥാന ഗവൺമെൻറ് പ്രസിഡന്റുമായ ടി പി അബ്ദുൽ ഖാദർ മദനി സാഹിബ് അവരുകളെ, ബഹുമാനായ മജീദ് സാഹിബ്, വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹോദരന്മാരെ, ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല. ജാമിയ സലഫിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു സുപ്രധാന കാലഘട്ടമാണ് പിന്നിട്ടിരിക്കുന്നത്. വളരെ 30 കൊല്ലം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം, ആദ്യത്തെ 2 കൊല്ലം ഈ സ്ഥാപനം പ്രവർത്തിച്ചത് എടവണ്ണ ജാമിയയിലായിരുന്നു. അന്ന് ഇത് ഇങ്ങോട്ട് മാറ്റുന്ന സ്വാഗത സംഘത്തിൽ അന്നത്തെ യോഗത്തിൽ എൻ്റെ വന്ദനായ പിതാവ്, നിങ്ങൾക്കൊക്കെ പ്രിയങ്കരനായ സീതി ഹാജി പറഞ്ഞത്, ഷെയ്ഖ് മൗലവി പോയി, എടവണ്ണ അലവി മൗലവി പോയി, രണ്ടത്താണി സെയ്ദ് മൗലവി പോയി, മങ്കട അബ്ദുള്ള മൗലവി പോയി, ദീനിൻ്റെ കാര്യങ്ങൾ ആധികാരികമായി പറയാൻ ആയത്തിൽ പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിടക നികത്താൻ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ ഈ സ്ഥാപനത്തിന് ഉപകരിക്കണമെന്ന് ആ കാലഘട്ടത്തിൽ 1984 കാലഘട്ടത്തിൽ എൻ്റെ വന്ദനായ പിതാവ് പറഞ്ഞ കാര്യം ഞാനിവിടെ ഓർക്കുകയാണ്. അങ്ങനെയാണ് 30 കൊല്ലം മുമ്പ് കുറുക്കന്മാർ ഓരിയിട്ടിരുന്ന ഈ വെട്ടിക്കുത്തിമല ഇന്ന് അറിവിൻ്റെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് മതസ്ഥാപനങ്ങളും അതുപോലെ തന്നെ മതാനുഷ്ഠാനങ്ങളൊക്കെ ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ധാർമ്മികമായുള്ള തളർച്ചയും ജീർണതയുടെ വേലിയേറ്റവും നടക്കുകയാണെന്നുള്ള വസ്തുത നമ്മളാരും മറന്നു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രത്യേകിച്ച് വളരെ വിദ്യാഭ്യാസമുള്ള ആളുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് നിങ്ങൾക്കും എനിക്കും നന്നായി അറിയാം. ഇതിനെയൊക്കെ പ്രതിരോധിക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിനാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ മുമ്പ് പള്ളി വിലക്കും, ഊര് വിലക്കും, കുടുംബ വിലക്കും, വധശ്രമങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങൾക്കൊക്കെ എതിരായി പോരാടിയിരുന്നത്. പക്ഷേ ഇന്ന് ആ അന്ധവിശ്വാസങ്ങൾ സലഫിയത്തിൻ്റെ പേരിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി വളരെ ഒരു ദുഃഖകരമായ ഒരു വസ്തുതയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് അതുകൊണ്ട് പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളീയ മുസ്ലിങ്ങൾ പലതുകൊണ്ടും ഉന്നതിയിലെത്തിയിട്ടുണ്ടെങ്കിലും പല സംഘടനകളും പലരെയും വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒന്നാമത് ഇതിനൊക്കെയുള്ള പ്രയാസങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ തമ്മിലുള്ള ഒരു അനൈക്യം ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് കഴിയുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിർഭാഗ്യമായ പിളർപ്പും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അതിലധികം വളരെയധികം വേദനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ഇപ്പം ഞങ്ങൾക്കറിയാം, നമ്മളൊക്കെ രാഷ്ട്രീയക്കാരാണ്, നമ്മളൊക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയം ഉൾക്കൊള്ളുന്നവരാണ്, അങ്ങനത്തെ ഉള്ളൊരു മഹലിൽ ജീവിച്ച വളർന്ന വ്യക്തികളാണ്. നമ്മളൊക്കെ സ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ നാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. മഹലിലെ പ്രശ്നങ്ങൾ ഇടപെടുമ്പോൾ ഒരു തീരുമാനം പറഞ്ഞാൽ 3 അല്ലെങ്കിൽ 2 വിഭാഗം ഉണ്ടാവും. 2 ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ആളുകളായിരിക്കും 2 ഭാഗത്തും ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു മധ്യസ്ഥം പറയാൻ പോയാൽ അത് എങ്ങനെ പോയാൽ എവിടെയും പരിക്ക് നമുക്കല്ലത്. എനിക്ക് അതിൽ വളരെയധികം വിഷമമുള്ള ഒരാളാണ്. കാരണം ഒരു തീരുമാനം പറയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെതായ ചില പ്രയാസങ്ങളുണ്ടാവും. അത് ഒരു ഭാഗത്തേക്ക് എവിടെയും ചാഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു കൂട്ടർ പറയും അങ്ങനെ ആയിക്കണത്. ഇപ്പം എൻ്റെ മഹലിൽ തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ പല പ്രാവശ്യം നോക്കിയിട്ട് ഞാൻ തീരുമാനം പറഞ്ഞപ്പോൾ ചില ആളുകൾക്ക് പറ്റുന്നില്ല. അപ്പോഴേക്കെന്താ എന്നോട് മുണ്ടൂല, ഇങ്ങനെയൊക്കെ ഉണ്ടോ. ഇവിടെ ഇപ്പം ഉണ്ണിയൻകുട്ടി മൗലവിൻ്റെയും ടി പി അബ്ദുൽ ഖാദർ മദനിൻ്റെയൊക്കെ ഉദ്ബോധനവും നമ്മളൊക്കെ കുത്തുബയും ഇതൊക്കെ മുമ്പ് കേൾക്കുമ്പോൾ എല്ലാവരും നല്ല സഹോദരത്തിൽ കഴിയണം മനസ്സിലൊന്നും ഉണ്ടായിരുന്നതാണ്. എന്നെ സംബന്ധിച്ചോളം മനസ്സിലൊന്നും ഇല്ലാത്ത ആളാണ്. പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ല ഒരു ചിന്താഗതി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതൊക്കെ കൂടി കെട്ടിക്കാണ്ട് ഉണ്ടായി നിൽക്കുന്ന ഒരവസ്ഥ എനിക്കെൻ്റെ മഹലിൽ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒക്കെ 3 ഭാഗത്തും ലീഗുകാർ, 3 ഭാഗത്തും മുജാഹിദ്. എങ്ങനെ പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ നാട്ടിൽ കാര്യം പറഞ്ഞാലോ ഒരു തീരുമാനം 2 ആളുകൾ തമ്മിലൊരു വിഷയം വന്ന് പറഞ്ഞാൽ അതിന് ഒരു മധ്യസ്ഥം പറയാൻ വരെ പറ്റാത്ത ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടെന്നുള്ളത് വളരെ ദുഃഖകരമായ വസ്തുതയാണ്. എനിക്ക് പറയാനുള്ളത്, യോജിക്കാൻ പറ്റാവുന്നവരുമായി യോജിക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് സാധിക്കണം. എടവണ്ണ ജാമ്യയുടെ 50ാം വാർഷികം ഈ ഡിസംബർ മാസത്തിൽ വരാൻ പോവുകയാണ്. അതിനോട് മുമ്പായിട്ടെങ്കിലും വളരെ വേഗത്തിൽ പ്രസിഡന്റും സെക്രട്ടറിയും നേതാക്കന്മാരും ഒക്കെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഇനിയും നമ്മൾ കേരളീയ മുസ്ലിങ്ങൾക്ക് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളെയാണ്. ആ ബോധം നമ്മുടെ നേതാക്കന്മാർക്കും ഞാനടക്കമുള്ള എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല. ഇങ്ങനെ എൻ്റെ ഈ പരിപാടിക്ക് ക്ഷണിച്ച എൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മുജാഹിദ് ഐക്യം വളരെ എല്ലാവരും ഒരുമിക്കുവാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ആശംസകൾ നേരുന്നതിന് വേണ്ടി
KNM സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂർ ഷയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യ അധ്യക്ഷൻ, പ്രിയ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, മഹത്തായ സ്ഥാപനം 30 വർഷം പിന്നിടുകയാണ്. അതോടൊപ്പം സന്തോഷകരമായൊരു വാർത്ത, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പുതിയ കമ്മിറ്റി ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സുഖകരമായ ഒരു ഇലക്ഷനിലൂടെ കൂടുതൽ സന്തോഷത്തോടും ഐക്യത്തോടും കൂടി വരുന്ന 5 വർഷത്തേക്ക് പുതിയ കമ്മിറ്റിയെ TP അബ്ദുൽ ഖായ മദനി പ്രസിഡൻ്റായും ഉണ്ണിക്കുട്ടി മൗലവി ജനറൽ സെക്രട്ടറിയായും നേതൃത്വം നൽകിക്കൊണ്ട് പുതിയ കമ്മിറ്റി ഇന്ന് ഇവിടെ ഈ സ്ഥാപനത്തിൽ വെച്ച് രൂപീകരിക്കപ്പെട്ടു. 30 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം സമൂഹത്തെ മലബാറിൽ ഇന്ന് ഞാനും നിങ്ങളും ധരിച്ച ഡ്രസ്സുകളിൽ ചിന്തിക്കുവാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. 50 വർഷങ്ങൾക്ക് മുമ്പ് ജാമിയ നദിവിയ രൂപീകരിക്കുമ്പോഴും അന്ന് ഇതിലും മോശമായിരുന്നു മുസ്ലിം സമൂഹത്തെപ്പറ്റി പൊതുവെ ജനങ്ങളുടെ ഇടയിലുള്ള, പ്രത്യേകിച്ച് ഒരു ചിത്രകാരൻ്റെ മനസ്സിലുള്ള ഭാവന. ഒരു കൈലി മുണ്ടും ഒരു ഫുൾ കൈ ബനിയനും ഒരു പച്ച ബെൽറ്റും അതിലൊരു കത്തിയും എന്നല്ലാതെ ഒരു ചിത്രകാരൻ ഒരു മുസ്ലിമിനെ 30 വർഷങ്ങൾക്ക് മുമ്പ് വരച്ചിട്ടുണ്ടാകുമോ എന്ന് സംശയമാണ്. ആ അവസ്ഥയിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ ഇന്നത്തെ നിലയിലേക്ക് മാറ്റിയതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പങ്ക് തെളിയിക്കുന്ന സ്ഥാപനങ്ങളാണ് ജാമിയ സലഫിയയും ജാമിയ നദിവിയും മദീനത്തുൽ ഉലൂമും അൻവാറുൽ ഇസ്ലാമും അതുപോലെ വളവന്നൂർ അറബിക് കോളേജും കേരളത്തിലുടനീളമുള്ള മുജാഹിദ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം മതവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ നടത്തുന്നതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ അസൂയാർഹമായ രീതിയിൽ മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനവും അതിൻ്റെ സ്ഥാപനങ്ങളും നടത്തിയ പങ്കിനെ നിഷേധിക്കുവാൻ ആർക്കും കഴിയില്ല. അന്നത്തെ നേതാക്കന്മാർ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ടത്തെ നേതാക്കന്മാർ, അവർ തുടങ്ങിവെച്ച, അവർ വിതച്ച വിത്തുകൾ ഇന്ന് നമ്മൾ കൊയ്യുകയാണ്. നമ്മളതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുകയാണ്, അതിൻ്റെ വിളവെടുക്കുകയാണ് നമ്മൾ, അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ് നമ്മൾ. അവർ വിരിച്ചു തന്ന പരവതാനിക്ക് മുകളിൽ കയറിയിരുന്ന് സുഖം അനുഭവിക്കുകയാണ് നമ്മൾ. നമുക്കൊരു ബാധ്യതയുണ്ട്, നമ്മളിലൊരു കടമയുണ്ട്. വരുന്ന തലമുറക്ക്, വരാൻ പോകുന്ന തലമുറക്ക് നമ്മളാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട്, അതിന് വേണ്ട രൂപം കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യത മറന്നുകൊണ്ടുള്ള ഒരാഘോഷവും ഒരു തീരുമാനവും നമ്മളിൽ നിന്നുണ്ടായിക്കൂടാ. അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ ഈ കൂട്ടായ്മയും നമ്മുടെ ഈ സമ്മേളനങ്ങളുമെല്ലാം. എന്താണ് വരുന്ന തലമുറക്ക് നമുക്ക് നൽകാൻ കഴിയേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുവാനുള്ള കഴിവും തൻ്റെ ഇടവും അതിനുള്ള മനസ്സും നമ്മളില്ല എങ്കിൽ നമ്മുടെ സമ്മേളനങ്ങൾ വൃഥായി പോവും, അത് ഒന്നും ഗുണമില്ലാത്ത രൂപത്തിലേക്ക് മാറിപ്പോകും. അങ്ങനെ ആകരുത് നമ്മുടെ ലക്ഷ്യങ്ങൾ. നമുക്ക് ലക്ഷ്യങ്ങൾ വലുതാണ്. മുസ്ലിം സമൂഹത്തെ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സമൂഹത്തെയും ഉന്നതിയിലേക്ക് നയിക്കുന്നതിന് മുജാഹിദ് പ്രസ്ഥാനം വഹിച്ച പങ്കുകൾ വളരെ വലുതാണ്. അത് ചരിത്രത്തിൽ രേഖപ്പെട്ടതാണ്. അത് ഏത് രംഗത്താണെങ്കിലും, മതരംഗത്ത് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം ആരോഗ്യ രംഗത്തുമെല്ലാം വിപ്ലവകരമായ മാറ്റം മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ, ജീവിക്കുന്ന തെളിവുകൾ കേരളത്തിൽ ഇന്ന് സജീവമാണ്. അവിടേക്കുള്ള യാത്ര ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. AP പാലക്കാട് സമ്മേളന സമയത്ത് വിദേശയാത്രയ്ക്ക് പോയി തിരിച്ചു വന്നുകൊണ്ട് ഒരു കഥ പറഞ്ഞത് എൻ്റെയും നിങ്ങളുടെയും കാതുകളിൽ നിന്നും മുഴങ്ങി കേൾക്കുന്നുണ്ടാകും. ബഹുമാന്യനായ AP കുവൈത്തിൽ പോയ സമയത്ത് അവിടെ യൂണിവേഴ്സിറ്റി ഹെഡിനെ കണ്ട് പാലക്കാട് സമ്മേളനത്തിന് ക്ഷണിക്കാൻ പോയപ്പോൾ അതിൻ്റെ തലവൻ AP യോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങളുടെ നാട്ടിൽ
സാക്ഷരത എങ്ങനെയാണ്, വിദ്യാഭ്യാസം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അന്ന് കേരളം 100% സാക്ഷരത വഹിച്ച കാലമാണ്. AP പറഞ്ഞത് 100% എന്നായിരുന്നു. APയുടെ സ്വതസിദ്ധമായ ശൈലിയിൽ ഞാനും നിങ്ങളും അത് കേട്ടതാണ്. 100% എന്നായിരുന്നു. അതിന്റെ തലവ അവർ ചോദിച്ചു, അവിടെ മുസ്ലിങ്ങളില്ലേ എന്ന്. മുസ്ലിങ്ങളുണ്ട്, അതിന്റെ കൂടെ മുജാഹിദ് പ്രസ്ഥാനവുമുണ്ട് എന്നായിരുന്നു AP കൊടുത്ത മറുപടി. അതെ, വരുന്ന തലമുറക്കും നമുക്ക് കൊടുക്കാനുള്ള മറുപടി മുസ്ലിങ്ങളുടെ കൂടെ മുജാഹിദ് പ്രസ്ഥാനവുമുണ്ട്. അതിന്റെ ഗുണഫലമായിരിക്കും മുജാഹിദ് പ്രസ്ഥാനം നൽകുന്ന സംഭാവനയായിരിക്കും അതിന്റെ മുസ്ലിം സമൂഹത്തിന്റെ പുരോഗതിക്കുള്ള കാൽവെപ്പുകൾ എന്ന് കഴിഞ്ഞ കാലം സാക്ഷിയാണ്. വരുന്ന കാലം സാക്ഷിയാകുവാൻ ഞാനും നിങ്ങളും പ്രയത്നിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. കൂട്ടത്തിൽ അവസാനമായി ഒന്ന് പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനം ആരുമായും എതിർപ്പിനില്ല. ആദർശപരമായ രംഗത്ത് വിയോജിപ്പുള്ളവർക്ക് വിയോജിപ്പായി നിലനിൽക്കാം. എന്നാൽ മുസ്ലിങ്ങൾക്കൊരു പൊതുവേദി വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ, ഒരു രാഷ്ട്രീയ രംഗം വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതിന് മുൻകൈയെടുത്ത മുജാഹിദ് പ്രസ്ഥാനമാണ്. അതിനൊന്നും നന്ദിയും കടപ്പാടും മുജാഹിദ് പ്രസ്ഥാനം ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ കൈവച്ചുകൊണ്ട് ഒരു യോജിപ്പ് വേണമെന്ന് പറഞ്ഞാൽ അത് മുജാഹിദുകൾക്ക് ഒരുപക്ഷെ യോജിക്കാൻ പറ്റിയെന്ന് വരില്ല. ആദർശപരമായ വിയോജിപ്പ് മാറ്റിവെച്ചുകൊണ്ട് വേറെ ഏത് മേഖലയിലും യോജിപ്പിന് മുജാഹിദുകൾ തയ്യാറായി എന്ന് വരാം. ഇത് ഞങ്ങളുടെ ദയനീയമായ ഒരു ആവശ്യമാണ്, ഞങ്ങളുടെ ആഗ്രഹമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ആർക്കെല്ലാം സ്വീകരിക്കാൻ പറ്റുമോ അവരെയെല്ലാം സ്വീകരിക്കാൻ മാത്രം വിശാലമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും അതിന്റെ പ്രസ്ഥാനവും. അത്രയും വിശാലമായ മനസ്സോടുകൂടിയാണ് നേതൃത്വം അവരെ സ്വീകരിക്കാൻ തയ്യാറായത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ആരെയും പുറത്തേക്ക് തള്ളിയിട്ടില്ല. വല്ലവരും പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ മാറ്റി നിർത്തുക എന്നല്ലാതെ പുറത്താക്കുക പോലും ജിന്നുവാദികളെ പോലും മുജാഹിദ് പ്രസ്ഥാനം ചെയ്തിട്ടില്ല. അങ്ങനെ ഈ പ്രസ്ഥാനം ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ആർക്കെങ്കിലും മദ്യം പറയാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം ആരുടെ അടുത്തും പണയം വെക്കുവാൻ പറയരുതേ എന്ന് ദയനീയമായി അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.